എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതുസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സലാലയിൽ മഴക്കാലം വിരുന്നെത്താറായി. ജൂൺ ലാസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് നല്ല ഒന്നാന്തരം മഴ, ചാറ്റൽ മഴയും കോടമഞ്ഞും ഒക്കെ നിറഞ്ഞ സലാലയുടെ പ്രദേശം. ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലും തീർച്ചയായും നിങ്ങൾ സലാല വിസിറ്റ് ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകേണ്ട 3 സ്ഥലങ്ങളാണ്. ഒന്ന് വാദി ദർബാത്ത്. സലാലയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെ ധാക്ക എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് വാദി ദർബാത്ത് സ്ഥിതി ചെയ്യുന്നത്. സലാലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം തന്നെയായത് കേട്ടോ. ഇപ്പം തന്നെ കാണുമ്പോഴറിയാലോ, വെള്ളം നന്നായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അന്നേരം മഴ പെയ്യുമ്പോഴത്തെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവൊന്ന് നോക്കിക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. മരുഭൂമിയായിട്ട് തന്നെ ഒരു വർഷം മുഴുവൻ ഇങ്ങനെ വെള്ളം ഇവിടെ കാണുമെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇവിടെ നമുക്ക് ഊഹിക്കാലോ. ഈ തടാകത്തിൽ നിറയെ മീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബോട്ടിംഗ് സൗകര്യം ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാതെ പോകരുത്. പ്രകൃതി അതിൻ്റെ മനോഹാരിത ഒപ്പിയെടുത്ത ഒരു സ്ഥലം തന്നെ കേട്ടോ. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ കാണാൻ മനോഹരം തന്നെ കേട്ടോ. ഇപ്പോഴും ഇവിടെ വിനോദസഞ്ചാരികൾ ഒരുപാട് പേരുണ്ട്, വോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഈ ഒരു മാസം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവായിട്ട് നമുക്ക് കാണുന്നത് കേട്ടോ. നിങ്ങൾ മഴ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അത്രയ്ക്കും മനോഹാരിത നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് വാദി ദർബാത്ത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് പക്ഷികളെയും ഒട്ടകം, കുതിര, കഴുത ഇതെല്ലാം ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് വാദി ദർബാത്ത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കാരണം ഈ മൃഗങ്ങളെയൊക്കെ നേരിട്ട് കാണുമ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ഹാപ്പി ആകത്തില്ലേ, അതാണ് കേട്ടോ. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കായിട്ട് കുതിരയും അതുപോലെ തന്നെ ക്യാമലിനും ഒക്കെ പുറത്തുള്ള റൈഡുകളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മഴ സീസണിൽ ഇങ്ങോട്ട് അടുക്കാനേ പറ്റില്ല, അതുപോലെ തിരക്കായിരിക്കും കേട്ടോ. മഴയും മഞ്ഞും ഒക്കെ ആ റോഡുകളെ മൊത്തം മൂടി പുതച്ച് കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ നമുക്ക് അടുത്ത് നിന്നാൽ പോലും കാണുക ബുദ്ധിമുട്ടായിരിക്കും. അത്രയ്ക്ക് മനോഹരം നിറഞ്ഞ രീതിയിലേക്ക് ഈ ഒരു വാദി ദർബാത്ത് മാറുന്ന കാഴ്ച അടുക്കാറായിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വാദി ദർബാത്തിലേക്ക് വരണം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കുതിരയും കഴുതയും ഒട്ടകം ഇതിനെയെല്ലാം കാണാൻ പറ്റുമെന്ന്. കാണാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കത്തില്ലല്ലോ. പശുവുണ്ട്, ഒട്ടകം, കുതിര, കഴുത ഇതിനെയെല്ലാം നമുക്ക് ഒറ്റ ഫ്രെയിമിൽ തന്നെ കിട്ടിയ ഒരു സ്ഥലമാണ് വാദി ദർബാത്ത്. അതുകൊണ്ട് തന്നെ ആ കാഴ്ചയും ഞാൻ മുടക്കുന്നില്ല. അതും കൂടെ ഞാൻ വീഡിയോയിലേക്ക് പകർത്തിയെടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സലാലയിൽ ഒരു മാർച്ച് മുതൽ ജൂൺ ഒരു പകുതി വരെയുള്ള കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് സീപ്പപ്പ്. അപ്പം ഞങ്ങളിങ്ങനെ വരുന്ന വഴിയിൽ യാത്ര ചെയ്യല്ലേ, അന്നേരം ഞങ്ങളൊരു സീപ്പപ്പൊക്കെ മേടിച്ച് കുടിച്ച് ഇങ്ങനെയാണ് വരുന്നത്. രണ്ടാമത്തെ ഒരു പ്ലേസാണ് അയൻ റസാത്തെ. ദോഫാർ ഗവർണറേറ്റിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തമായ ശുദ്ധജല നീരുറവുകളിൽ ഒന്ന് തന്നെയാണ് അയൻ റസാത്ത്. പർവ്വതനിരകളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു നീരുറവ ഒരുപാട് നാളുകളായിട്ട് ശുദ്ധജലം ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം കൃഷി സ്ഥലങ്ങളിലേക്കും ഒക്കെ വേണ്ടുന്ന ശുദ്ധജലം എത്തിക്കുന്നത് ഈ ഒരു നീരുറവ തന്നെയാണ്. ഇപ്പം ഒരുപാട് മഴ പെയ്തിട്ടൊക്കെ കുറേ നാളായില്ലേ. അതുമല്ല ഒത്തിരി ആൾക്കാരും ഒക്കെ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് മലിനമായിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. എങ്കിലും മഴക്കാലം എത്തുന്നതോടെ അതൊക്കെ മാറി പുതിയ നീരുറവുകളൊക്കെ വന്ന് മാലിന്യത്തെയൊക്കെ മാറ്റിക്കളഞ്ഞ് വീണ്ടും ശുദ്ധജലം ഒഴുകാൻ തുടങ്ങും കേട്ടോ. ഇവിടെയും ഈ ഒരു തടാകത്തിൽ ഒരുപാട് മീനുകളും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ പക്ഷികളുടെയൊക്കെ ഒരു സങ്കേതം കൂടിയാണ് ഈ അയൻ റസാത്ത്. പക്ഷികളുടെ ശബ്ദവും അതുപോലെ തന്നെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദവും ഒക്കെ കേട്ട് ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ സന്ദർശകർ പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളവും ശാന്തമായ അന്തരീക്ഷവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അയൻ റസാത്ത്. ഒമാനിൽ ഭയങ്കര ചൂടൊക്കെ ആകുന്ന സമയത്ത് ഇവിടേക്ക് ആൾക്കാർ വന്ന് ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പൂന്തോട്ടമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് മനോഹരമായി തന്നെ അവരത് സൂക്ഷിക്കുന്നുമുണ്ട്. അവിടെ എപ്പോഴും നമുക്ക് അനുവാദമില്ല കയറാനേ. അവരൊരു സന്ദർശന സമയമൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമയത്തെത്തിയാൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് അവർ നമ്മളെ കടത്തി വിടുകയുള്ളൂ. അല്ലെങ്കിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും എപ്പോഴും. ഞാനിങ്ങനെ വരുന്ന കൂട്ടത്തിലാണ് ഒരു കിളിയായിട്ട് തന്നെ അവിടെ ഒരു കൂടൊക്കെ കൂട്ടുന്ന തിരക്കിലാണ്. മഴക്കാലമൊക്കെ എത്തുമല്ലേ, അവരും കൂടൊക്കെ കൂട്ടി താമസ സ്ഥലമൊക്കെ ഭംഗിയാക്കുന്ന തിരക്കില്ല ആ കിളിയും കേട്ടോ. അങ്ങനെ ആ വീഡിയോയിൽ ആ ഒരു കിളിയെയും കൂടെ നമുക്കൊന്ന് ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഒരു പൂന്തോട്ടം ഇവിടെ ഉണ്ടെന്ന്. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ ഈ ഒരു പൂന്തോട്ടം കാണാൻ. അതും എന്ത് ക്ലീനായിട്ടാണ് അവരത് സൂക്ഷിക്കുന്നത്. ഇത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇവിടെ തിരക്ക് കുറവാണ്. നല്ല ചൂടായി ഈ ഒരു സമയത്ത്. ഇപ്പം അതുകൊണ്ട് തന്നെയാണ്
തിരക്ക് കുറവും. ഇപ്പോൾ ഒരു തിരക്ക് കുറവാണെങ്കിലും ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാൽ മതി ഇവിടെ എന്ത് തിരക്ക് അനുഭവപ്പെടുന്നതെന്നറിയോ. നമുക്കിവിടെ എന്താ പറയുക, വാഹനം ഇടാൻ പോലുമുള്ള സൗകര്യം ചിലപ്പം കിട്ടിയെന്ന് വരില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഏതായാലും അയൺ റിസോർട്ടിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങുമ്പോൾ വിശപ്പ് തെല്ലും ഞങ്ങളെ അലട്ടാതിരുന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വിശപ്പിൻ്റെ വിളി നമ്മൾ കേൾക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. പ്രത്യേകിച്ച് ഈദിൻ്റെ ദിവസമൊക്കെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ മിക്കവാറും കടകളൊക്കെ അവധിയാണ്. ചിലപ്പോഴേ ഏതൊക്കെ കടകളിൽ പോയി കഴിക്കണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലുകൾ കാണും അല്ലേ, അവിടേക്ക് തന്നെ എങ്ങനെയെങ്കിലും നമ്മൾ വന്നെത്തിച്ചേരുമെന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ മൻബ. ഇവിടുത്തെ ബിരിയാണി പ്രത്യേകിച്ച് പറയേണ്ടത് തന്നെ കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇവിടെ കൂടുതലും ബിരിയാണി, ചോറൊന്നും അങ്ങനെ ഇവിടെ കാണില്ല, മിക്കവാറും ഇവിടെ ബിരിയാണി തന്നെയാണ്. അത് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു നീതിൻ്റെ സമയമാണ് തന്നെ ഇവിടെ പെട്ടെന്ന് എല്ലാം തീർന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് വന്നത്. ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയത്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ മന്തിയും കഴിച്ചു. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ തിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. നിങ്ങൾക്ക് ബീച്ച് ഇഷ്ടമാണോ? കടലിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? എങ്കിൽ വരേണ്ട ഒരു സ്ഥലമാണ് റൈസൂട്ട് വാട്ടർ ഫ്രണ്ട്. വൈകുന്നേരങ്ങളിൽ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ബീച്ചിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ച് ആ ഒരു കടൽക്കരയിലിരിക്കുന്ന ഒരു വൈബുണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. ആ സൂര്യാസ്തമയമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് എന്ത് എനർജിയാണ് കിട്ടുന്നതെന്ന് അറിയാമോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നല്ല ചൂടുള്ളപ്പം വന്നെങ്കിലും അവിടുന്ന് വരുന്നൊരു കാറ്റും ഒരു തണുത്ത അന്തരീക്ഷവും ഒക്കെ കൂടെ മനോഹരം തന്നെ കേട്ടോ. ഇവിടെ ഹോഴ്സിൻ്റെയൊക്കെ പുറത്ത് റൈഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള കുടുംബമായിട്ടൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ ഇത്. കാണുന്നുണ്ടല്ലോ ആ ഒരു സൗന്ദര്യം, നമുക്കറിയാമല്ലോ. ഇത് മഴയും കൂടെ പെയ്യുമ്പം ഇവിടുത്തെ ആ ഒരു മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് മഴയൊന്നും അല്ല കേട്ടോ, ചെറിയ ചാറ്റൽ മഴ. ആ ചാറ്റൽ മഴയൊക്കെ നനഞ്ഞ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കടലിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ഒരു റൈസൂട്ട് വാട്ടർ ഫ്രണ്ട്. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു, കാരണം നല്ലൊരു പ്ലേസ് ആട്ടോ, നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ്. തീർച്ചയായും സലാലയിൽ വരുന്നവർ ഈ ഒരു പ്ലേസ് സന്ദർശിക്കാതെ പോകരുത്. വളരെ മനോഹരം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു 3 പ്ലേസും ഇന്ന് കാണിച്ച ഈ ഒരു 3 സ്ഥലങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. കാരണം സലാലയുടെ പ്രകൃതിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സലാലയിലേക്ക് എത്തിച്ചേരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ജൂൺ ലാസ്റ്റ് മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള മാസങ്ങളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സലാലയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രകൃതി കനിഞ്ഞു നൽകിയ ആ ഒരു സൗന്ദര്യം സലാലയിൽ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂന്നാർ, ഊട്ടി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ ഒരു സൗന്ദര്യം ഇവിടെയും നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റും. പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മളുടെ പ്രതീക്ഷകളേക്കാൾ അപ്പുറത്തുള്ള ഒരു സൗന്ദര്യമാണ് സലാലയിൽ അന്നേരം നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും സലാലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.